സർജിക്കൽ സ്ട്രൈക്കിന്റെ 2 എപ്പിസോഡുകളാണ് നമ്മൾ നോക്കുന്നത്. ട്രംപ് കുടുങ്ങി എന്നും ട്രംപ് നടത്തുന്നത് നുണയുദ്ധം ആണ് എന്ന് സൂചിപ്പിക്കുന്ന ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ വളരെ ഫാക്ച്വലായ കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ അമേരിക്കയെ വിമർശിക്കാൻ പലപ്പോഴും ഇന്ത്യയിൽ നിൽക്കുന്ന പല മാധ്യമ പ്രവർത്തകർക്കും പല കാര്യങ്ങൾ കൊണ്ടും പേടിയും ഭയവും ഒക്കെയാണ്. കാര്യം നിലവിലുള്ള ഭരണകൂടം, മോദിജിയുടെ ഭരണകൂടം പ്രോ US ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രോ US ഇസ്രായേൽ ആണ്. എന്നാൽ ബാലൻസ് ചെയ്യാൻ പാലസ്തീനും ഇറാൻ അടക്കം ബന്ധം സൂക്ഷിക്കുന്ന ഇതാണ്. നേരത്തെ തിരിച്ചായിരുന്നു. അതായത് കോൺഗ്രസ്സുകാരുടെ സർക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ UPA സർക്കാർ പ്രോ കൂടുതൽ ഇറാനും പ്രോ കൂടുതൽ പാലസ്തീനും ഒക്കെയാണ്. എന്നാൽ ബാലൻസ് ചെയ്യാൻ കഴിയുന്നത്ര US-നോടും ചേർന്ന് നിൽക്കുന്നതായിരുന്നു. മറുഭാഗത്തേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിങ് റഷ്യ അടക്കമുള്ള അല്ലെങ്കിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങളോടാണ് കൂടുതൽ ലീനിങ് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. ഇതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2 എപ്പിസോഡുകൾ ഞാൻ ഒരുമിച്ചെടുത്തതാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും സർജിക്കൽ സ്ട്രൈക്ക് കാണാറുണ്ട്. നിങ്ങൾ നിർബന്ധമായി കാണണം. ലോക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് ഉണ്ണി സാറിന്റെ വളരെ ഫാക്ച്വലായ എന്നാൽ ഇമോഷണലി സ്ട്രോങ് ആയ കോണ്ടന്റ് റിച്ച് ആയ എന്നാൽ ഒരു നിലപാടും കൂടി എടുക്കുന്നതാണ്. അവിടെ നിഷ്പക്ഷവുമല്ല, വസ്തുനിഷ്ഠമാണ്, പക്ഷെ നിഷ്പക്ഷമല്ല. അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹത്തിന്റെ പൊസിഷൻ കൂടി പറയും. അപ്പോ അമേരിക്കയുടെ സാമ്പത്തികമായ ചലഞ്ചസ് അടക്കം അദ്ദേഹം ഈ എപ്പിസോഡിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ഇടുന്നില്ല, ഞാൻ ലിങ്കുകൾ താഴെ ഇടാം, നിങ്ങൾ കയറി കണ്ടാൽ. പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ 6-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നോക്കൂ, ഈ യുദ്ധം ഈ ലോകത്തെ എങ്ങനെ ബാധിക്കും, നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കും, ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കണമല്ലോ. നമുക്കറിയാം, ആഗോളമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ആ യുദ്ധം നടക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ആ യുദ്ധത്തിന്റെ ഗുണഭോക്താക്കളായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് കാരണം? നോക്കൂ, യുദ്ധം എന്ന് പറയുന്നത് വലിയ പണച്ചിലവുള്ള ഏർപ്പാടാണ്. റഷ്യക്ക് യുക്രൈനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ധാരാളം പണം ചിലവാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ അധികമായി പണം കണ്ടെത്താൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി അവരുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണശേഖരം ചെറിയ വിലയ്ക്കാണ് അന്താരാഷ്ട്ര കമ്പോളത്തിൽ റഷ്യ വിറ്റഴിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തത് ഇന്ത്യയായിരുന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യക്ക് ധാരാളമായി ചെറിയ പൈസയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ ഗുണഭോക്താവാണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഈ നാട്ടില് പെട്രോളിന്റെ വിലയൊന്നും കുറഞ്ഞില്ല. പക്ഷേ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ ഈ പറയുന്ന പെട്രോൾ കമ്പനികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധം ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. ഈ യുദ്ധത്തിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ അല്ല, ഡ്രോണുകളല്ല, റോക്കറ്റുകളല്ല, ഒരു പ്രധാനപ്പെട്ട കടലിടുക്കാണ്, ഒരു കപ്പൽ പാതയാണ്. ആ കടലിടുക്കിന്റെ പേരെന്ന് പറയുന്നത് ഹോർമൂസ് എന്നാണ്. പേർഷ്യൻ ഉൾക്കടലിലുള്ള ഒരു കടലിടുക്കാണിത്. കേവലം 33 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ അതിന്റെ വീതി എന്ന് പറയുന്നത്. അതായത് ഒരു നല്ല നീന്തൽക്കാരന് നിഷ്പ്രയാസം നീന്തി കടക്കാവുന്നത്ര വീതിയെ ആ കടലിടുക്കിനുള്ളൂ. അങ്ങനെ ഒരു കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം. എന്താണ് ഇറാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ കടലിടുക്കിന് തൊട്ടടുത്താണ് ഇറാൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടേറെ പർവ്വതങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണത്. ആ പർവ്വതങ്ങൾ ജോഗ്രഫിക്കലി വലിയ അഡ്വാൻറ്റേജ് ആണ് ഇറാന് നൽകുന്നത്. അവിടെ രഹസ്യമായിട്ട് മിസൈൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ പറ്റും, അവിടെ രഹസ്യമായിട്ട് ലോഞ്ചുകൾ സ്ഥാപിക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇറാന് അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കടലിടുക്ക് എന്ന് പറയുന്നത്. ആ കടലിടുക്ക് ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് ഇറാൻ. എന്ന് മാത്രവുമല്ല, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു എണ്ണ കപ്പൽ അതുവഴി കടന്നു പോകാൻ ശ്രമിച്ചാൽ ആ എണ്ണ കപ്പലിനെ കത്തിച്ചു കളയുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. നോക്കൂ, ഇപ്പോൾ തന്നെ ഹിസ്ബുള്ള തീവ്ര അതോടൊപ്പം 2-3 കാര്യങ്ങൾ കൂടെ ഇറാനുണ്ട്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കുഴപ്പമില്ല, അമേരിക്ക ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ വന്നാലേ കുഴപ്പമുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കപ്പലും ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ആ അർത്ഥത്തിൽ ആ കടലിടുക്ക് പിടിച്ചെടുത്തതോടുകൂടി, അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി, ആ കടലിടുക്ക് അടച്ചതോടുകൂടി ഇറാൻ ഈ ലോകത്തെ തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്, വലിയൊരു ഇന്ധന പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഇറാന്റെ ഭാഗത്ത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ സംഭവിച്ചിരിക്കുന്നത്. അതെന്തു പ്രതിസന്ധിയാണ് ഈ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ് ഇനി നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. നോക്കൂ, ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാരം നടത്തുന്നത്? അത് ഗൾഫ് രാജ്യങ്ങളാണ് കേട്ടോ. ബഹ്റൈൻ ആയാലും, കുവൈറ്റ് ആയാലും, ഒമാൻ ആയാലും, ഖത്തർ ആയാലും, സൗദി അറേബ്യ ആയാലും, UAE ആയാലും അവരുടെ എണ്ണ ശേഖരമെല്ലാം ഈ കപ്പൽ ചാലിലൂടെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത്
ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ആരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്? നോക്കൂ, ഏഷ്യൻ രാജ്യങ്ങളാണ്. അതിൽ തന്നെ പ്രധാനമായും ജപ്പാനാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഈ കപ്പൽച്ചാലിലൂടെ ഇറക്കുമതി ചെയ്യുന്നത്. 75% എണ്ണയും ജപ്പാൻ ശേഖരിക്കുന്നത് ഈ കപ്പൽച്ചാലിലൂടെയാണ്. ഇന്ത്യയാണ് കേട്ടോ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയുന്നത്. 60% എണ്ണയും ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ കപ്പൽച്ചാലിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ്. ചൈനയുടെ 40% എണ്ണയും എത്തുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇന്ത്യ, ചൈന, ജപ്പാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളാണ്. ആകെ ആദ്യത്തെ 5 സാമ്പത്തിക ശക്തികൾ എടുത്താൽ 3 രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ജപ്പാനുമാണ്. ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്, രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്, മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്, നാലാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അഞ്ചാമത്തെ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സാമ്പത്തിക ശക്തികളുടെ രാഷ്ട്രങ്ങളിൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടായാൽ അത് ആഗോള തലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ അർത്ഥത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് ലോക സാമ്പത്തിക രംഗത്ത് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാക്കാനിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. നോക്കൂ, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളാണല്ലോ അവരുടെ ഈ എണ്ണ ശേഖരം ഈ കപ്പൽച്ചാലിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ കപ്പൽച്ചാലിലൂടെ തിരിച്ചവർ വാങ്ങിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭക്ഷണം എത്തുന്നത് ഈ കപ്പൽച്ചാലിലൂടെയാണ്. എണ്ണ വിറ്റു ഭക്ഷണം വാങ്ങിക്കുന്ന രാജ്യങ്ങളാണ് ഓരോ ഗൾഫ് രാജ്യങ്ങളും. അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല, അവിടെ വെള്ളവുമില്ല. കാരണം അവരുടെ ജോഗ്രഫിക്കലായ പ്രത്യേകതയാണ്. അത് മരുഭൂമികളുള്ള പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും എണ്ണ വിറ്റു ഭക്ഷണം വാങ്ങിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ ഗൾഫ് രാജ്യങ്ങളും. ഈ കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഭക്ഷണം എത്തില്ല, വെള്ളം എത്തില്ല. ആ അർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ്. നോക്കൂ, ഏഷ്യയിൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു, മധ്യേഷ്യയിൽ ഈ പറയുന്ന ഭക്ഷണ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു. ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കും എന്നുകൂടി പരിശോധിക്കണമല്ലോ. ഈ ഗൾഫ് രാജ്യങ്ങൾ ലോകത്തിന് എണ്ണ വിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കരാറോടുകൂടിയാണ് ആ എണ്ണ വിൽക്കുന്നത്. ഈ എണ്ണയുടെ പൈസ എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറിൽ തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ പറയുന്ന പെട്രോൾ കറൻസി എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറാണ്. പെട്രോൾ ഡോളർ എന്നാണ് അമേരിക്കൻ ഡോളർ അറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസിയായി നിൽക്കുന്നത്. അതിനവർ കടപ്പെട്ടിരിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളോടാണ്. നോക്കൂ, ഈ എണ്ണ വിതരണം സ്തംഭിച്ചാൽ, എണ്ണ വ്യാപാരം സ്തംഭിച്ചാൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയും. അത് അമേരിക്കൻ സമ്പദ് രംഗത്തിന്റെ നട്ടലൊടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രവുമല്ല, അമേരിക്കൻ ഫിനാൻസ് മാർക്കറ്റ്, അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നതാണ് ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടുത്തെ ഏറ്റവും വലിയ നിക്ഷേപകർ എന്ന് പറയുന്നത് UAE ആണ്, ദുബായ് ആണ്, അതുപോലെ തന്നെ ഖത്തറാണ്, ഒമാനാണ്. ഈ ഗൾഫ് രാജ്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ പെട്രോളിന് അമേരിക്കൻ ഡോളർ തന്നെ കറൻസിയായി നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അവർ വലിയ രീതിയിലാണ് ഈ അമേരിക്കൻ ഫിനാൻസ് മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു കണക്ക് പരിശോധിച്ചാൽ 2012 മുതൽ ഈ ദിവസം വരെ വലിയ എക്സ്പോർട്ടിംഗ് ആയ വികാസമാണ് അമേരിക്കൻ ഫിനാൻസ് മാർക്കറ്റിൽ ഉണ്ടായി. ഇതെല്ലാം ഈ ഡോളേഴ്സ് ആണ് കാരണം. അപ്പൊ അമേരിക്കയിലേക്ക് ഈ യുദ്ധം വലിയ രീതിയിൽ ഇപ്പം തന്നെ കണക്കുകൾ പറയുന്നത് ഏകദേശം $1 ബില്യൺ എല്ലാ ദിവസവും അമേരിക്കയ്ക്ക് ചെലവാക്കേണ്ടി വരിക എന്നുള്ളതാണ്. അതായത് $1 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 9,000 കോടി അല്ലെങ്കിൽ 10,000 കോടി രൂപ അമേരിക്കക്ക് ഓരോ ദിവസവും ചെലവാക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇൻ ഇഫക്റ്റ് അത് ലോക സമ്പദ്ഘടനയും അമേരിക്കൻ സമ്പദ്ഘടനയും ഒക്കെ വീക്കൻ ചെയ്യും. ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ലോകരാഷ്ട്രങ്ങൾ ഇടപെടുമോ, ഇതൊരു ലോക യുദ്ധമായി മാറുമോ എന്ന കാര്യമാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. വേൾഡ് വാർ ആയി മാറുമോ? ഇസ്രയേലും അമേരിക്കയും പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. നോക്കൂ, ഞങ്ങൾ അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരു ഭരണമാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് വ്യോമാക്രമണം വഴി സാധ്യമാവുകയില്ല. ഇത് തന്നെയാണ് ഇന്നലെ ജനറൽ ബക്ഷി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ ആളാണ്. ജനറൽ ബക്ഷി പറയുകയുണ്ടായി, എന്റെ ഇത്രയും കാലത്തെ സൈനിക ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പായി പറയാം. അതായത് എയർ സ്ട്രൈക്ക് കൊണ്ട് മാത്രം ഒരു റെജീം ചേഞ്ച് ഉണ്ടാകില്ല, അതിന് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വേണം. ഇപ്പോൾ അമേരിക്കയിൽ അതിശക്തമായ വികാരം ഓൾറെഡി തന്നെ യുദ്ധത്തിനെതിരെ ഉണ്ട്. അതുകൊണ്ട് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വേണമെങ്കിൽ അതിന് സെനറ്റിന്റെ അംഗീകാരം വേണം. പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ അമേരിക്ക ഈ യുദ്ധം തോക്കും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആദ്യ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റഡ് പൊസിഷനോ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവോ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരണമെന്നായിരുന്നു. പക്ഷേ നേരെ തിരിച്ച് സംഭവിച്ചത് ഇത് ഇറാന്റെ ഉള്ളിലെ പല പ്രശ്നങ്ങളും ഒക്കെ ആൾക്കാർ മറന്ന് ഖമേനിയുടെ അടക്കമുള്ള മരണം ഇറാനെ യൂണിഫൈ ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. ഗ്രൗണ്ടിൽ ഇറങ്ങി തന്നെ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം കരയുദ്ധമായി മാറുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കരയുദ്ധം നടത്തണമെങ്കിൽ അമേരിക്കയുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും ഇറാന്റെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കണം. പകരം കുർദിഷ് ഫോഴ്സുകളെ ഇറക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ആണ് എന്ന് പറയപ്പെടുന്നു. കുർദിഷ് ഫോഴ്സിനെ ഇറക്കുക. എന്താണ് ഇറാന്റെ ഗ്രൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഞാൻ ഒട്ടേറെ പർവ്വതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അത് മാത്രമല്ല, വലിയ മലയിടുക്കുകളുണ്ട്, ഡെസേർട്ടുകളുണ്ട്, മരുഭൂമികളുണ്ട്. അവിടെ ഈ പറയുന്ന കരയുദ്ധം എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. എന്ന് മാത്രവുമല്ല, അമേരിക്ക
അമേരിക്കൻ സേനയ്ക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കണമെങ്കിൽ, അതായത് ഇറാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം അതിന് അനുവാദം കൊടുക്കേണ്ടത് അമേരിക്കൻ കോൺഗ്രസ് ആണ്. അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയമനിർമ്മാണ സഭയാണ്. അവർക്കാണ് കരസേനാ യുദ്ധത്തിന് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്. അത് അമേരിക്കയിൽ ഹ്യൂജ്ലി അൺപോപ്പുലർ ആണ്. മാത്രമല്ല ഇറാൻ അമേരിക്കൻ സൈനികർ അവിടെ അമേരിക്കൻ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ വരൂ, വി ആർ വെയിറ്റിംഗ്. പണ്ട് വിജയുടെ സിനിമയെ പറഞ്ഞതുപോലെ വി ആർ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് പൊസിഷൻ എടുത്ത് നിൽക്കുക. വരികയാണെങ്കിൽ അതായത് ഞങ്ങൾ പോരാടും, മരണം വരെയും പോരാടും എന്നുള്ള നിലയിൽ നിൽക്കുക. അപ്പോൾ വളരെ വളരെ ഇപ്പൊ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നെതന്യാഹു ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു 2 ദിവസം മുമ്പാണ്. അതിൽ ഇസ്രായേലിന്റെ കൊടി, അമേരിക്കയുടെ കൊടി, അതോടൊപ്പം ഇറാന്റെ കൊടി കൂടി നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് പങ്കുവച്ചു. പക്ഷെ ആ ഇറാന്റെ കൊടി എന്ന് പറഞ്ഞാൽ 1979 മുമ്പുള്ള റാസ പെഹൽവി, അവിടുത്തെ പെഹൽവി ഡൈനാസ്റ്റിയുടെ കൊടിയാണ്. ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തോടാണ് എതിർപ്പ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്കയിൽ അത് വലിയ വികാരമായി മാറുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണമാറ്റം പോലും സംഭവിച്ചിട്ടുള്ള രാജ്യമാണ്. യഥാർത്ഥത്തിൽ ട്രംപ് വന്ന പ്രധാന കാര്യങ്ങളിലൊന്ന്, ട്രംപിനെ അമേരിക്കയിലെ ഒരു വലതുപക്ഷമോ അമേരിക്കയിലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത പ്രധാന കാരണങ്ങളിലൊന്ന് ഞാൻ യുദ്ധങ്ങൾ തുടങ്ങില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. യുദ്ധങ്ങൾ തുടങ്ങില്ല. ഇനി വലതുപക്ഷത്തിൽ തന്നെ മറ്റൊരു ശക്തിയും കൂടെ ഉണ്ട്. അത് ഈ തീവ്ര ഒരു എന്താ പറയുക, വിശ്വാസത്തെ കൂടി ചൂഷണം ചെയ്യുന്ന ഒരു ബേസാണ്. അവർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അടക്കം തിരിച്ചുവരവിന് ഈ കാര്യങ്ങളെല്ലാം ആവശ്യമെന്നാണ്. ചുമ്മാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവാചകനാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവിടുത്തെ മതവിശ്വാസികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയായി വ്യാപിപ്പിക്കാൻ ചില ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് കരയുദ്ധം നടത്തിയാൽ ഈ പറയുന്ന ഓരോരോ ശവപ്പെട്ടികളിലായിട്ട് ഈ സൈനികരുടെ മൃതദേഹങ്ങൾ അമേരിക്കയിലേക്ക് വരും. അതൊരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന് വഴിവെക്കുമെന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി ഇപ്പം തന്നെ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തപോലെ അമേരിക്കൻ പട്ടാളത്തിലെ ആൾക്കാരടക്കം അമേരിക്കക്കെതിരെ ശക്തമായി പറയുന്നുണ്ട്, എന്തിനാണ് വേറൊരു രാജ്യത്തിന് വേണ്ടി പോയി മരിക്കുന്നത്? നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലെ പട്ടാളക്കാരെ കുരുതി കൊടുക്കുന്നത് എന്തിനാണ്? റിസ്ക് എടുക്കാൻ ട്രംപ് തയ്യാറാകില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അണ്വായുധ ആക്രമണം നടക്കുമോ എന്നുള്ളതാണല്ലോ പ്രധാന. വളരെ കുറവാണ്. നോക്കൂ, ഇസ്രായേലിന്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ അണുവായുധമുണ്ട് എന്നുള്ളതാണ്. ഇറാന്റെ ഇല്ല. അവർ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ കയ്യിൽ അണുവായുധം ഇല്ല എന്ന് മാത്രവുമല്ല, അവർ അണുവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തില് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇറാനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, ഇറാനെതിരായിട്ട് അണുവായുധം പ്രയോഗിക്കാൻ ഒരു കാരണവശാലും ഇസ്രായേൽ തയ്യാറാകില്ല. ഇവിടേക്കാണ് മറ്റൊരു പ്ലെയർ കടന്നു വരുന്നത് കേട്ടോ. ആ രാജ്യത്തിന്റെ പേര് നോർത്ത് കൊറിയ എന്നാണ്. നോക്കൂ, നമുക്കറിയാമല്ലോ, നോർത്ത് കൊറിയ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. അവരുടെ വർക്ക് ശത്രുവാണ് അമേരിക്ക. ഇറാന്റെ നേരെ ഏതെങ്കിലും നിലവാരത്തിൽ അണുവായുധം പ്രയോഗിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ ഞങ്ങൾ അണുവായുധം ഇറാന് കൊടുക്കുമെന്നാണ് നോർത്ത് കൊറിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഈ പറയുന്ന ഇറാന് നോർത്ത് കൊറിയ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ കൈവശം അണുവായുധം അതായത് ലോകത്തിന്റെ ഒരു ശാക്തിക ചേരി എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് അമേരിക്ക, ഇസ്രായേല്, മറുവശത്ത് റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ, ഈ രാജ്യങ്ങളുടെ അടക്കം അങ്ങനെ ഒരു ബാലൻസ് ചെയ്തില്ല. ഇന്ത്യയൊക്കെ അതിന്റെ നടുക്കാണ് നിൽക്കുന്നത്. രണ്ട് സൈഡിനോടും നല്ല സ്നേഹബന്ധങ്ങൾ കഴിയുന്നത്ര സൂക്ഷിക്കുന്നു. പക്ഷേ ലീനിങ് മോർ ടുവേർഡ്സ്, മോദി സർക്കാരാണെങ്കിൽ ലീനിങ് മോർ ടുവേർഡ്സ് അമേരിക്ക ആൻഡ് ഇസ്രായേൽ ആണ്. നാളെ കോൺഗ്രസിന്റെ സർക്കാർ വന്നാൽ, രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വന്നാൽ ലീനിങ് മോർ ടുവേർഡ്സ് ചൈന ആൻഡ് റഷ്യ ആയിരിക്കും. അധികം സമയമൊന്നും വേണ്ട എന്ന് ഇസ്രായേലിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അണുവായുധങ്ങൾ ഈ യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെടില്ല. ഇനിയിപ്പോൾ ഇതൊരു ലോക യുദ്ധമായി മാറുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം എന്താ, നോക്കൂ, ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയെ സഹായിക്കാം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചേരി അമേരിക്കയുടെ പക്ഷത്തുണ്ടായാൽ മറുവശത്ത് മറ്റൊരു ചേരി രൂപപ്പെടും. ആ ചേരിയിൽ ആദ്യം ജോയിൻ ചെയ്യുക ചൈനയായിരിക്കും, രണ്ടാമത് ജോയിൻ ചെയ്യുക റഷ്യ ആയിരിക്കും, മൂന്നാമത് ജോയിൻ ചെയ്യുക നോർത്ത് കൊറിയ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എന്ന് ഇനി പറയാൻ കഴിയില്ല. എന്താ സംഭവിക്കുക? ഒരു മൂന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഈ യുദ്ധത്തെ ഒരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. എക്കണോമിക് വാർഫെയർ. അമേരിക്കയെ വലിയ രീതിയിലാണ് ഇറാൻ ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ അമേരിക്ക വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതേസമയം സൈനിക താവളങ്ങൾക്ക് സ്ഥലം അനുവദിച്ച് നൽകിയ ഗൾഫ് രാജ്യങ്ങളെയും ഈ പറയുന്ന ഇറാൻ ഈ സാമ്പത്തിക യുദ്ധം വഴി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഒരർത്ഥത്തിൽ എല്ലാ ലോക രാജ്യങ്ങളും ഈ ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം ജൂൺ മാസം 13 മുതൽ 25 തീയതി വരെ 12 ദിവസം ഇറാനെതിരെ ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിരുന്നു. ആ യുദ്ധത്തിനെ വിളിച്ചത് 12 ഡേ വാർ, 12 ദിവസത്തെ യുദ്ധം എന്നായിരുന്നു. അവസാനം ഇസ്രായേൽ ഗത്യന്തരമില്ലാതെ അമേരിക്കയെ സമീപിച്ചു. അങ്ങനെ അമേരിക്ക ഇടപെട്ടാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയും ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായി തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇറാനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ യുദ്ധം ആരവസാനിപ്പിക്കും, ആരിടനില വഹിക്കും? അങ്ങനെ ഒരു ചോദ്യം ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വരും. അതിന്റെ സൂചന നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് കേട്ടോ. നോക്കൂ, കഴിഞ്ഞ ദിവസം എന്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്? 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും എന്നാണ്. അതൊരു കൃത്യമായ വിഡ്രോവൽ സിംറ്റമാണ്. 4 ആഴ്ചയ്ക്ക് ശേഷം തങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ കള്ളം പറയാൻ ട്രംപിന് മടിയൊന്നുമില്ലല്ലോ. കള്ളം പറയാൻ ട്രംപിന് മടിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് 4 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ സമാധാനം കൊണ്ടുവന്നു പറഞ്ഞ് പിൻവാങ്ങാനാണ് സാധ്യത. അതാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട്, അതായത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യമാണ് ഈ ട്രംപ് നടത്തുന്ന നുണയുദ്ധം. അതായത് ഈ നുണപ്രചരണങ്ങളിലൂടെയാണ് ഈ യുദ്ധം പ്രധാനമായിട്ട് നടത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള നിരന്തരമായ ശ്രമമാണ്. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമേരിക്ക പ്രസക്ത ഭാഗങ്ങൾ വലിയൊരു ഔദാര്യം കാണിച്ചിരിക്കുന്നു, ഒരു വലിയ സൗജന്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി മുതൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യൻ സർക്കാരിന് അമേരിക്ക അനുമതി നൽകിയിരിക്കും. അലൗ എന്ന വാക്കുണ്ട്. അതാണ് ഇത്രയും കോൺട്രവേഴ്സി ആയത്. ഇന്ത്യൻ സർക്കാരും നരേന്ദ്രമോദി സർക്കാരും ശക്തമായ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. നോക്കൂ, പെർമിഷൻ ആവശ്യമില്ല, മുമ്പേ മേടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അലൗ എന്ന് പറയുന്ന വാക്ക് പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വാക്കുകളുടെ പ്രാധാന്യം അറിയാം. അമേരിക്കയുടെ ഭാഗത്ത് ഒരു അരഗൻസ് തോന്നി. നൽകിയിരിക്കുന്നത് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതവർ ലോകത്തെയും ഇന്ത്യയും അറിയിച്ചത് ഒരു ട്വീറ്റിലൂടെയാണ്. അടുത്ത 30 ദിവസങ്ങൾ ഈ പറയുന്ന ഇളവ് ഇന്ത്യക്ക് അനുവദിച്ചിരിക്കുന്നു. ഇന്ത്യൻ കമ്പനീസ് ആണ്. എക്സാക്ട് വാക്ക് എന്ന് പറഞ്ഞാൽ അലവ് ഇന്ത്യൻ കമ്പനീസ് എന്നാണ്. അപ്പൊ അലവ് എന്ന വാക്ക് പ്രകോപനപരമാണ്. അതായത് ഇപ്പൊ എന്റെ വീട്ടില് ഒരു പണി ചെയ്യാൻ, എന്റെ വീടിന്റെ ഒരു ബിൽഡിങ്ങിന്റെ പണി ചെയ്യാൻ അയൽ വീട്ടുകാരൻ എന്നെ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ലേ? അപ്പോ നമ്മളെല്ലാം സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് ഇറ്റ് വാസ് എ ബാഡ് ചോയ്സ് ഓഫ് വേർഡ്സ് ആണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു താൽക്കാലിക ഇളവ് മാത്രമാണ് കേട്ടോ. നോക്കൂ, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം അമേരിക്കയുടെ നിന്ന് വീണ്ടും എണ്ണ മേടിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നും അല്ലെങ്കിൽ വീണ്ടും എണ്ണ മേടിക്കണമെന്നും ഒക്കെ സൂചിപ്പിച്ചും കൂടെ ട്വീറ്റ് ഉണ്ട്. അതായത് അമേരിക്കൻ അഹങ്കാരമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിന്റെ ധ്വനിയാണ്. ആ അഹങ്കാരത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളാണ്. എവിടെ നിന്ന് എന്ത് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക നമ്മളോട് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്താൽ നിങ്ങൾക്കെതിരെ പിഴച്ചുങ്കം ഏർപ്പെടുത്തും എന്ന ഭീഷണിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ആ ഭീഷണി ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത്, അവരത് നടപ്പാക്കുകയും ചെയ്തു. 50% പിഴച്ചുങ്കമാണ് ഇന്ത്യക്ക് മേൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഏർപ്പെടുത്തിയത്. അപ്പോൾ തന്നെ നമ്മൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ ഇറാനുമായി യുദ്ധം നടക്കുകയാണ്. ആഗോള എനിക്ക് ചെക്ക് ചെയ്യണം, നമ്മള് റഷ്യ എന്നെ മേടിക്കുന്ന നിർത്തിയോ എന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്യാം. വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ട്. അത് നേരിടുന്നതിന് വേണ്ടി ഇതാ ഞങ്ങൾ ഇന്ത്യക്ക് ഒരു ഇളവ് നൽകിയിരിക്കുന്നു. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാം. അതുകൊണ്ട് റഷ്യക്ക് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അങ്ങനെയൊക്കെ ട്വീറ്റ് എഴുതിയിട്ടുണ്ട്. വളരെ മീനാണ്. എനിക്കറിയില്ല, അമേരിക്കക്കാർ ആ ട്വീറ്റ് വായിക്കുകയാണെങ്കിൽ കൗതുകമാണ്. റഷ്യക്ക് വലിയ സാമ്പത്തിക ഗുണമൊന്നും ഉണ്ടാവാൻ പോണില്ല, ഇത് കഴിയുമ്പോൾ ഞങ്ങളുടേത് തന്നെ വീണ്ടും എണ്ണ മേടിക്കണം. ഇത് സ്കൂൾ പിള്ളേർ എഴുതുന്നതല്ലോ, രാഷ്ട്ര തലവന്മാരും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എഴുതുന്നതല്ലേ. അമേരിക്ക വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയെ പേടിയാണെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ അമേരിക്കക്കാർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഒരു പോയിന്റ് ആണ്. അത് ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ, ട്രംപിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനത്തിന്റെ ധൈര്യം പോലും, ധൈര്യം എന്നല്ല, കടുപ്പം പോലും അല്ലെങ്കിൽ ഉറപ്പ് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നില്ല. സെനറ്റിൽ വലിയ വിമർശനങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ട്, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിനെതിരായിട്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് ഈ അമേരിക്കൻ സെനറ്റ് എന്ന് പറഞ്ഞാൽ? അവരുടെ ഏറ്റവും പരമോന്നതമായ നിയമനിർമ്മാണ സഭയാണ് അമേരിക്കൻ സെനറ്റ് എന്ന് പറയുന്നത്. ആ സെനറ്റിലാണ് വലിയ വിമർശനങ്ങൾ ട്രംപിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഒരു യുദ്ധത്തിൽ ആ രാജ്യം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ രാജ്യത്തെ നിയമനിർമ്മാണ സഭയില് അതേ ഭരണകൂടത്തിനെതിരായിട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയിലത്തെ സ്ഥിതി എന്താ? നോക്കൂ, ഒരു യുദ്ധം വന്നാൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയും. അത് ശരിയുമാണ്. പക്ഷെ യുദ്ധത്തിന് ശേഷം യുദ്ധത്തെ കുറിച്ച് ഒരു വിമർശനവും പറയാൻ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ നമുക്കാർക്കും അവകാശമില്ല കേട്ടോ. ഞാനൊരു അപ്പം പിടിച്ച് രാജ്യദ്രോഹിയാക്കും പറയാം. പുൽവാമയിൽ 40ഓളം CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. അതൊരു ഭീകരാക്രമണമായിരുന്നു. ആ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ബാലാക്കോട്ടിൽ തിരിച്ചടിച്ചുകൊണ്ട് പ്രതികരിച്ചു. അങ്ങനെ ബാലാക്കോട്ടിൽ വലിയ വിജയമാണ് ഇന്ത്യ നേടിയത്.
പക്ഷെ എന്തുകൊണ്ടാണ് ഈ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടത്? അതിന്റെ കാരണം എന്തായിരുന്നു? എങ്ങനെയാണ് ആ സംഭവം അരങ്ങേറിയത്? എന്തുകൊണ്ടാണ് നമുക്കത് തടയാൻ കഴിയാതെ പോയത്? ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു ഇന്ത്യക്കാരനും അവകാശമില്ല കേട്ടോ. ആരെങ്കിലും ആ ചോദ്യം ചോദിച്ചാൽ അപ്പോൾ തന്നെ അവർ രാഷ്ട്രദ്രോഹികളായി, അവർ കുറ്റവാളികളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. അതൊരു പ്രശ്നമാണ്. ഇത് കപട ദേശീയത, വ്യാജ ദേശീയത എന്നാണ്. അതായത് എന്നും ഓർക്കുക, സർക്കാരല്ല രാജ്യം. നമ്മൾ ഇന്ത്യ സ്നേഹികളായിരിക്കണം. നാളെ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും സർക്കാരല്ല രാജ്യം. അതായത് ഗവൺമെന്റ് ഈസ് നോട്ട് ദ സ്റ്റേറ്റ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, പഹൽഗാമിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഹൽഗാമിലെത്തിയ ടൂറിസ്റ്റുകളെയാണ് ഭീകരന്മാർ വെടിവെച്ചു കൊന്നത്. അതിനെതിരായിട്ടായിരുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അതും ഒരു വലിയ വിജയമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പഹൽഗാം സംഭവിച്ചു? ആരുടെ കുറ്റമാണത്? ആരുടെ വീഴ്ചയാണത് എന്ന് ചോദിക്കാൻ ഇന്ത്യയിൽ ഇത്രയും അതിർത്തി കടന്നു കയറി ഇവർക്ക് കൊന്നിട്ട് തിരിച്ചു പോകാൻ എങ്ങനെ സംഭവിച്ചു? ഇന്റലിജൻസ് പരാജയമല്ലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ ഇന്ത്യയിൽ ചോദിക്കാറില്ല. രാജ്യദ്രോഹികളായി മാറുകയാണ് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ കരസേനയുടെ മുൻ മേധാവിയായിരുന്നു നരവണെ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയല്ലോ. ആ പുസ്തകത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? ചൈനീസ് ആർമി ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇന്ത്യൻ ഭരണകൂടം ഉറക്കത്തിലായിരുന്നു. അവർ നിസ്സംഗത പാലിച്ചു. ഉറക്കത്തിലായിരുന്നു, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവരൊരു പൊസിഷൻ എടുത്തില്ല. ആർമിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നോ അല്ലെങ്കിൽ ആർമി ഷുഡ് റെസ്പോണ്ട് ബൈ ദംസെൽസ് എന്നോ പറഞ്ഞു. പറഞ്ഞത് ആരാണ്? മുൻ കരസേനാ മേധാവിയാണ്. അദ്ദേഹം ഒരു പുസ്തകത്തിലൂടെയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് ചർച്ച ചെയ്യണമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ എന്തായിരുന്നു സർക്കാരിന്റെ മറുപടി? അത് കറക്റ്റാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി റേസ് ചെയ്തത് കറക്റ്റ് പോയിന്റ് ആണ്. അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം അങ്ങനെ ചൈനീസ് ആർമി നിൽക്കുമ്പോൾ സൈന്യം തീർച്ചയായിട്ടും സൈന്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഫ്രീ ഹാൻഡ് കൊടുക്കുന്നതിനപ്പുറം സൈന്യത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ രാജ്യത്തിന്റെ പ്രതികരണവും, നമ്മളൊരു മിലിറ്ററി ഭരണകൂടമൊന്നും അല്ലല്ലോ, പ്രധാനമന്ത്രിയും മറ്റുമാണ് എടുക്കേണ്ടിയിരുന്നത്. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. എന്ന് മാത്രവുമല്ല, ആ പുസ്തകം ഇതുവരെ വെളിച്ചം കാണാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. ഇതൊക്കെയാണ് കേട്ടോ കൊട്ടിഘോഷിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ സ്ഥിതി അങ്ങനെയല്ല. അമേരിക്കൻ സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവിടുത്തെ സെനറ്റർമാർ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം ശരിയല്ല എന്നാണ്. എന്ന് മാത്രവുമല്ല, എലിസബത്ത് വാറൻ എന്ന് പറയുന്ന സെനറ്റർ പറഞ്ഞത് നുണകൾ പടുത്തുയർത്തിയിരിക്കുകയാണ് ട്രംപ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെതിരായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നുണയുദ്ധമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 2024 നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വലിയൊരു വാഗ്ദാനം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയിരുന്നു. എന്തായിരുന്നു ആ വാഗ്ദാനം എന്ന് പറയുന്നത്? നിങ്ങൾ ഇതുവരെ യുദ്ധക്കൊതിയന്മാരായ പ്രസിഡന്റുമാരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അധികാരത്തിൽ വന്നാൽ അതിന്റെ പിന്നിലുള്ള ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് പല യുദ്ധങ്ങളിലേക്കും അവരെ തള്ളിവിടുന്നതെന്നും ഇനി ഞാൻ വന്നാൽ ട്രംപ് അവിടുത്തെ വൈറ്റ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ബേസ് ഇവാഞ്ചലിക്കൽ ആ ഒരു ബെൽറ്റ് ഇവരുടെയൊക്കെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ വോട്ടാണ് ട്രംപിന് പ്രധാനമായി കിട്ടുന്നത്. ഇപ്പൊ ശ്രീ നരേന്ദ്രമോദി പ്രധാനമായിട്ട് സവർണ ഹിന്ദു ജനവിഭാഗങ്ങളുടെ വോട്ടാണ് കിട്ടുന്നത്. നരേന്ദ്രമോദി മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ വോട്ട് ബാങ്കും കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. തങ്ങളുടെ ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതാണ്. പണ്ട് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ പ്രധാന ബ്രാഹ്മിൺ ബനിയ പാർട്ടി, അല്ലെങ്കിൽ ബ്രാഹ്മണ ബനിയ സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ കോൺഗ്രസിനായിരുന്നു. പിന്നീട് അത് BJP ആ സ്പേസിലേക്ക് വന്നു. കോൺഗ്രസ് കൂടുതൽ സവർണ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ഒരു ശതമാനവും ബാക്കി മുസ്ലിം, പിന്നോക്ക, ദളിത് അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയായി. ഓരോ പാർട്ടിക്കും അങ്ങനെ ഒരു ബേസ് ഉണ്ട്, ഒരു സാമുദായിക ബേസ് ഉണ്ട്. ഇപ്പൊ സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞാൽ MY ബേസ് ആണ്, മുസ്ലിം യാദവ് ബേസ്, അല്ലെങ്കിൽ യാദവ് മുസ്ലിം ബേസ് ആണ് സമാജ്വാദി പാർട്ടിക്ക്. മായാവതിക്ക് ദളിത് ബേസ് ആണ് ഉണ്ടാവുക. ഇപ്പം കേരള കോൺഗ്രസിന് ക്രിസ്ത്യൻ ബേസ് ആണ്. അതോടൊപ്പം എല്ലാവരിലേക്കും ഒരു ബേസ് ഉണ്ടാവും, ഒരു കയ്യിൽ അവരുടെ ബേസ് കാണും, അതോടൊപ്പം എല്ലാവരിലേക്കും എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് പലപ്പോഴും എടുക്കാറുള്ളത്. ഒരു യുദ്ധവും അമേരിക്ക നടത്തില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. അപ്പം അവിടുത്തെ ഈ അവരുടെ, അതായത് അമേരിക്കയിലെ ഈ റൈറ്റ് വിങ്ങിനും ലെഫ്റ്റ് വിങ്ങിനും ഒരേപോലെ ജൂയിഷ് ലോബി AIPAC അമേരിക്ക ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി നടന്നാണ്ട് ഓർമ്മ അടക്കമുള്ളവരുടെ സ്വാധീനം, പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി, അങ്ങനെ അതാണ് IPAC എന്നാണ് അതിന്റെ പേര്. ഏറ്റവും ജൂയിഷ് ലോബി എന്ന് നെഗറ്റീവ്ലി വിളിക്കും. ഇവരുടെ സ്വാധീനത്തിൽ ഞാൻ വശംവദമാകില്ല, പുതിയ യുദ്ധങ്ങൾ തുടങ്ങില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് ഒരു വലിയ മരവിപ്പാണ്, മടുപ്പാണ്. കാരണം എന്താണ്? ഒട്ടേറെ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. വിയറ്റ്നാം യുദ്ധം മുതൽ ഏറ്റവും ഒടുവിൽ ഇറാഖിലും. വിയറ്റ്നാം എന്ന ചെറിയ രാജ്യത്തോട് പോലും തോറ്റേണ്ട കാരണം ഒരു ജനതയെ അങ്ങനെ അടിച്ചമർത്താൻ പറ്റില്ല. പക്ഷെ അമേരിക്കക്കാർ നന്നായിട്ട് ചെയ്യുന്നത് എന്താ അറിയാമോ? ഈ ചെയ്യുന്ന എല്ലാ തെറ്റിനും മനോഹരമായ ഒരു പേരിടും. അതായത് ഇറാഖിനെ മോചിപ്പിക്കാനാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് പറഞ്ഞാണ്. ശരിക്കും ഇന്നലെ നമ്മളൊരു സൈനികൻ പറഞ്ഞ പോലെ ഇറാഖിനെ മോചിപ്പിക്കാനല്ല, ഇറാഖിന്റെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് എന്നുള്ളതാണ് സത്യം. അഫ്ഗാനിസ്ഥാൻ വരെ ഒട്ടേറെ മനുഷ്യരെ, അമേരിക്കൻ സൈനികരെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കൊല്ലപ്പെട്ടു.
എന്ന് മാത്രവുമല്ല കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്ക യുദ്ധത്തിന് ചെലവഴിക്കുന്നത്. രണ്ട് അമേരിക്ക നിർമ്മിക്കാനുള്ള പണം അമേരിക്ക യുദ്ധത്തിനായി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. അതുകൊണ്ടൊക്കെ അമേരിക്കയ്ക്ക് യുദ്ധത്തോട് വലിയ വിയോജിപ്പാണ്. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, നോക്കൂ, ഞാൻ നടത്തില്ല, ഞാൻ സമാധാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും. എന്ന് മാത്രവുമല്ല, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടുക എന്നുള്ളതാണ്. അമേരിക്കക്കാർ അത് വിശ്വസിച്ചു, ട്രംപിന് വോട്ട് ചെയ്തു, അങ്ങനെ ട്രംപ് പ്രസിഡന്റ് ആയി. പക്ഷെ എന്താ സംഭവിച്ചത്? അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 13 മാസത്തിനുള്ളിൽ 10ഓളം രാജ്യങ്ങളിലാണ് അമേരിക്ക ബോംബിംഗ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇറാനെതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ട്രംപിനെതിരായിട്ട് ഉയർന്നിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയെ ട്രംപ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊരു വലിയ കാര്യമൊന്നുമല്ല ട്രംപ് അമേരിക്കൻ കോൺഗ്രസിനാണ് ഒരു യുദ്ധത്തിന് അനുമതി നൽകാനുള്ള അവകാശം. പ്രസിഡന്റാണ് സുപ്രീം കമാൻഡർ. എന്നാൽ ഈ രാജ്യം അമേരിക്ക ആർക്കെങ്കിലും എതിരെ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കൻ കോൺഗ്രസ് ആണ്, അമേരിക്കയുടെ പാർലമെന്റ് ആണ്. അതൊന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. ഏകപക്ഷീയമായി ട്രംപിന് പ്രത്യേകിച്ച് റൂൾസും റെഗുലേഷനും ഒന്നും പുള്ളി ശ്രദ്ധിക്കാറില്ല. യുദ്ധം പ്രഖ്യാപിച്ചു, എന്നിട്ട് ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തെ ഏറ്റവും കള്ളം പറയാനും ഭരണഘടന ലംഘിക്കാനും ഒന്നും ട്രംപിനെ ആരും പഠിപ്പിക്കണം. എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധം അമേരിക്ക നടത്തുന്നത് എന്ന ചോദ്യമാണ് സെനറ്റർമാർ ചോദിക്കുന്നത്. നോക്കൂ, ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്കെതിരായിട്ട് ഒരു മൂവ് നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അമേരിക്കയെ ആക്രമിക്കാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടോ? നടത്തിയെന്ന് കള്ളം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇറാഖും ചെയ്തത്. ഇറാഖ് ഇപ്പം നമ്മളെ കയറി അടിക്കുമെന്നും ഇറാഖിന്റെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അമേരിക്കയിൽ വരെ എത്തിയെന്നും പലരെയും കൊണ്ടും കള്ളം പറയിച്ചാണ് യഥാർത്ഥത്തിൽ ഇറാഖ് യുദ്ധം നടത്തിയത്. അത് തന്നെ ഇറാന്റെ കാര്യത്തിൽ ഉണ്ടാവും. അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ ട്രംപ് തയ്യാറാകണം എന്നാണ് സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, കേട്ടു. ഈ യുദ്ധത്തിന്റെ തുടക്ക ദിവസം തന്നെ ഒരു എലമെന്ററി സ്കൂള് ഇറാനിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 7 വയസ്സ് വരെ മാത്രം ആലോചിക്കട്ടെ, കൊച്ചു പെൺകുട്ടികൾ 160 പേരോളം പേര് മരിച്ചു. അത് അമേരിക്കൻ ആൾക്കാരാണ് ചെയ്തതെന്നാണ് ലഭ്യമായ വിവരം. കാര്യം അമേരിക്ക ഇതുവരെ ഡിനേ ചെയ്തിട്ടില്ല. പിഞ്ച് പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. 165ഓളം പേരാണ് ആ ബോംബിങ്ങിൽ മരിച്ചത്. അവരുടെ കൂട്ടസംസ്കാരമാണ് ഇറാൻ നടത്തിയത്. അത് കണ്ട് കണ്ണീർ വാർത്തവരാണ് നമ്മളെല്ലാവരും. ലോകം എമ്പാടും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേൽ ആ സെക്കൻഡിൽ തന്നെ കൈ കഴുകി ഞങ്ങൾക്ക് ആ ബോംബിങ്ങിൽ ഒരു പങ്കുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സെനറ്റർമാർ ചോദിക്കുന്നു, അവിടെ ബോംബിങ് നടത്തിയത് അമേരിക്കയാണോ എന്ന്. നോക്കൂ, ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം ഏർപ്പെട്ടു, അമേരിക്ക ഡിനേ ചെയ്തിട്ടില്ല. ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ആ രാജ്യത്തുള്ളവർ തന്നെ വിമർശിക്കുന്നത്. അതാണ് മഹത്തായ ജനാധിപത്യം. നമുക്ക് ലോക പോലീസ് അത് നമ്മൾ അമേരിക്ക കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ ആ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ അത് വളരെ ഹൈ ആണ്. നമ്മുടെ നാട്ടിലെ പോലല്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. അമേരിക്ക എന്നൊക്കെ കുറ്റപ്പെടുത്താമെങ്കിലും അമേരിക്കയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ്. കറക്റ്റാണ്. അമേരിക്കയുടെ ഉള്ളിലുള്ള ഒരു ഇന്റേണൽ ഡെമോക്രസി അത് ഭയങ്കര വൈബ്രന്റ് ആണ്. അത് കണ്ടുപഠിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഈ ചാപ്പ കുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ ട്രംപിനെതിരെ കടുത്ത വിമർശനമാണ് കേട്ടോ അമേരിക്കയിലെ സെനറ്റർമാർ ഉയർത്തിയിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ആ രാജ്യത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 80% അമേരിക്കക്കാരും ഇതിനെതിരായിട്ടാണ് നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ട്രംപ് അമേരിക്കയിലെ 80% എതിരാണ്. ഇവിടുത്തെ 80% അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഈ തീവ്ര ഹിന്ദുത്വവാദികളും ക്രിസംഗികളും എല്ലാം യുദ്ധത്തിന് അനുകൂലമാണ്. വിചാരണ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ ട്രംപിന് എന്ത് മറുപടി പറയാനുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്കതിൽ ഇഷ്ടപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രാജ്യത്തോട് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്തായിരുന്നു ആ പ്രഖ്യാപനം പറയുന്നത്? നോക്കൂ, ഇതോടുകൂടി ഇറാന്റെ എല്ലാ അണുവായുധ നിർമ്മാണ പദ്ധതികളെയും എന്നേക്കുമായി നമ്മൾ ഉന്മൂലനം ചെയ്തിരിക്കുകയാണ്. അതായത് ട്രംപ് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇല്ലാതാക്കി എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ കള്ളം പറയുമ്പോഴേ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയും ആ ഓഫീസിന്റെ ക്രെഡിബിലിറ്റിയും യഥാർത്ഥത്തിൽ ട്രംപ് ഇല്ലാതാക്കുകയാണ്. ട്രംപ് പറയുന്നതിനെ വിശ്വസിക്കാൻ പറ്റില്ല. മുമ്പ് വരെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതൊരു പോളിസി പൊസിഷനായിട്ട് ആൾക്കാർ കാണുമായിരുന്നു. ട്രംപ് എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നുള്ളതിന് യാതൊരു ഐഡിയയും ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ് പോകുന്നത്. ഇസ്രായേലിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ യുദ്ധത്തിന്റെ മുഴുവൻ കോട്ടവും അനുഭവിക്കേണ്ടി വരുന്ന ജനത രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയെ തള്ളിയിട്ടിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് ആണ് എന്നാണ് സെനറ്റർമാർ വലിയ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഫുള്ള് വീഡിയോസിന്റെ ലിങ്ക് താഴെ ഇടാം, അതും കൂടെ കയറി കാണണം, ലൈക്ക് ചെയ്യണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അധിക നാൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് കഴിയുകയുമില്ല. അതിനിടയിലാണ് കേട്ടോ വലിയൊരു ഔദാര്യം
ഇന്ത്യക്ക് വേണ്ടി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വരി കൂടി ആ ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ പാർട്ണറാണ്, സഖ്യകക്ഷിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇളവ് നൽകിയിരിക്കുന്നത് എന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ചേരിയിലേക്ക് ഇന്ത്യയുടെ പേര് കൂടി വലിച്ചിഴച്ചിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര ഭയങ്കര നെഗറ്റീവാണ്. എന്താണ് എന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് വളരെ നെഗറ്റീവായിട്ട് ഇന്ത്യക്ക് ബാധിക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്തായാലും പെട്ടെന്ന് യുദ്ധം തീരട്ടെ. യുദ്ധത്തിന്റെ കറക്റ്റ് അനാലിസിസ് മനസ്സിലാക്കാൻ ശ്രീ ഉണ്ണി സാറിന്റെ ഇത് കാണുക. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരിതാണ്. 2 എപ്പിസോഡിന്റെയും പ്രസക്ത ഭാഗങ്ങളും അതിനോട് എനിക്കുള്ള കമന്ററിയുമാണ്. ഇതിന്റെ ഫുൾ വീഡിയോസ് രണ്ടിന്റെയും ലിങ്ക് ഇടാം, കാണുക, ലൈക്ക് ചെയ്യുക, അതിന്റെ വാസ്തവങ്ങൾ അറിയുക.